ഹലോ ഹായ് പ്രിയപ്പെട്ടവരെ, അലി ജാഫറാണ്. നമുക്ക് കുറച്ച് നല്ല വാക്കുകൾ കേട്ടാലോ, നല്ല പ്രസംഗ ഭാഗം കേട്ടാലോ. ഇന്ന് മലയാളി പറയാൻ ആഗ്രഹിക്കുന്ന, കേരളം ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തെക്കുറിച്ച് കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് നടത്തിയ ചില പ്രതികരണങ്ങളാണ്. എല്ലാവരും കേൾക്കണം. അത് പറയാൻ ഉണ്ടായ സാഹചര്യം, പറയാനെടുത്ത വേദി എല്ലാം പ്രാധാന്യമർഹിക്കുന്നതാണ്. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ നടത്തി വരുന്ന കേരള യാത്രയുടെ വേദിയിൽ വെച്ച് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി നടത്തിയ ചില രാഷ്ട്രീയ പ്രതികരണങ്ങളോട് പ്രതിപക്ഷ നേതാവ് അതേ വേദിയിൽ അദ്ദേഹത്തെ സാക്ഷി നിർത്തിക്കൊണ്ട് പറഞ്ഞ മറുപടിയാണ്. ഇന്നിത് എല്ലാവരും കേൾക്കണം, ചർച്ചയാക്കണം, പ്രചരിപ്പിക്കണം. വളരെ ശക്തമായ വാക്കുകളാണ്, വളരെ ശ്ലാഘനീയമായിട്ടുള്ള പ്രതികരണമാണ്. ഇത്തരത്തിലാവണം ഒരു രാഷ്ട്രീയ നേതാവ് ഇന്ന് കേരളത്തിൽ പ്രതികരിച്ച് കാണാൻ മലയാളി ആഗ്രഹിക്കുന്നത്. അപ്പൊ നമുക്കത് കേട്ട് പറയാം. മതേതരത്വം ഒരു വശത്ത് പറഞ്ഞുകൊണ്ട് മറ്റൊരു വശത്ത് വിദ്വേഷ പ്രസംഗം നടത്തുന്നവരെ നമ്മൾ പൊന്നാറയിട്ട് സ്വീകരിക്കരുത്. നമ്മൾ മതേതരത്തിനെതിരെ സംസാരിക്കുക, വേറൊരാളെ കൊണ്ട് വിദ്വേഷം പ്രസംഗിപ്പിക്കുക, പിറ്റേ ആഴ്ച അയാൾക്ക് പോയി പൊന്നാറയിടുക. അങ്ങനെ ചെയ്യരുത്. നമ്മൾ കാറി കയറ്റിയാലൊന്നും കുഴപ്പമില്ല, പക്ഷെ കാറി കയറ്റുന്നവരെ നമ്മൾ സൂക്ഷിച്ചു വേണം. അവര് വിദ്വേഷം പ്രസംഗിക്കുന്നവരാകരുത് എന്ന് നമുക്ക് ഉറപ്പുവരുത്തണം. അതിനെതിരായി ചെറുത്തു നിൽക്കാൻ, പ്രതിരോധം സൃഷ്ടിക്കാൻ ഒരു മനസ്സുണ്ടാകണം. അതിൽ കാപട്യമല്ല വേണ്ടത്. വോട്ട് നഷ്ടപ്പെട്ടാൽ വോട്ട് പോകട്ടെ എന്ന് വിചാരിക്കണം. തെരഞ്ഞെടുപ്പിൽ തോറ്റാൽ തെരഞ്ഞെടുപ്പിൽ തോറ്റു പോകട്ടെ എന്ന് വിചാരിക്കണം. മതേതരത്വത്തിൽ തൊട്ട് കളിച്ചാൽ, വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടെടുത്ത് വാക്കു പറഞ്ഞാൽ വാക്കായി അതിന്റെ കൂടെ നിൽക്കണം. ഇരട്ടത്താപ്പ് പാടില്ല, കാപട്യം പാടില്ല. എനിക്ക് ഇവിടെ നിന്ന് നിങ്ങൾക്ക് തരാനുള്ള വാക്കതാണ്, തെരഞ്ഞെടുപ്പിൽ തോറ്റാലും നിരവധി തെരഞ്ഞെടുപ്പുകളിൽ തോറ്റാലും മതേതരത്വം ബലികഴിച്ചുകൊണ്ടുള്ള ഒരു കോംപ്രമൈസിനും തയ്യാറാവില്ല. അതിനേക്കാൾ വലിയ വാക്ക് ഈ മഹാസമ്മേളനത്തിൽ വെച്ച് നൽകേണ്ടതില്ല. നമ്മൾ കാരുണ്യത്തിന്റെ സന്ദേശവുമായി, സ്നേഹത്തിന്റെ സന്ദേശവുമായി എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് ഈ വർഗീയതയ്ക്കെതിരായിട്ടുള്ള വൻമതിൽ നമ്മൾ ഉണ്ടാക്കും.